ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ, ബഹുജനങ്ങൾ, സഹോദരീ സഹോദരന്മാർ, 1987 ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളിൽ കേരളീയ സമൂഹം പൊതുവെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇത്തവണ ഡിവൈഎഫ്ഐയുടെ ക്യാമ്പയിൻ എന്തായിരിക്കും എന്നുള്ളതാണ്. 1987 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ തീർക്കുമ്പോൾ ആ മനുഷ്യച്ചങ്ങല പലയിടത്തും പൊട്ടും എന്ന് അന്നത്തെ മലയാള മനോരമ ഉൾപ്പെടെ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുകയും മനുഷ്യച്ചങ്ങല പൊട്ടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പൊന്തക്കാടുകളിൽ മലയാള മനോരമ പ്രത്യേക ഫോട്ടോഗ്രാഫർമാരെ ഏർപ്പാട് ചെയ്യുകയും ചങ്ങല പൊട്ടുന്ന ചിത്രം നൽകിയാൽ ശമ്പളത്തിന് പുറമെ കൂടുതൽ പണം തരാം എന്ന് പറയുകയും ഒക്കെ ചെയ്ത ഒരു ചരിത്രം കേരളത്തിലുണ്ട്. കേരളമാകെ സംശയത്തോടുകൂടി ഈ ചങ്ങല തീർക്കാനാകുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ദൃശ്യമാധ്യമങ്ങളില്ല, സാമൂഹിക മാധ്യമമില്ല എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ മനുഷ്യ ചങ്ങല പൊട്ടിയില്ലെന്ന് മാത്രമല്ല, അതൊരു മനുഷ്യക്കോട്ടയായി മാറുകയായിരുന്നു എന്നുള്ളതാണ് 1987 ഓഗസ്റ്റ് 15 ചരിത്രം നമ്മൾ പഠിച്ചത്. ഈ കോഴിക്കോട് സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ ഇന്ന് നമുക്കൊപ്പം ഇല്ലാത്ത പലരും ഉൾപ്പെടെ ആ ചങ്ങല തീർക്കാനുണ്ടായിരുന്നു. 1989 മനുഷ്യക്കോട്ടയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചങ്ങലയ്ക്ക് പകരം കോട്ടയായി ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചു. പിന്നീട് നിരവധി ഓഗസ്റ്റ് 15 പരിപാടികൾ വലിയ നിലയിലേക്കുള്ള ജനപങ്കാളിത്തത്തോടുകൂടി ഡിവൈഎഫ്ഐക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. ഇത്തവണ ഇവിടെ സ്വാഗതത്തിൽ സഖാവ് ഫഹദ് ചൂണ്ടിക്കാട്ടിയതുപോലെ യങ് ഇന്ത്യ എന്ന ക്യാമ്പയിനാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ യങ് ഇന്ത്യ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയുടെ പ്രത്യേകത, നമ്മുടെ രാജ്യം ഒരു ഉജ്ജ്വലമായ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന്റെ വിജയം ആഘോഷിച്ച് അധികം ദിവസമായിട്ടില്ല എന്നുള്ളതാണ്. മാസങ്ങളോളം നീണ്ടുനിന്ന ആ ഉജ്ജ്വല പ്രക്ഷോഭം പുല്ലുവില നൽകി ഒരു ചർച്ചയ്ക്കും തയ്യാറാകാത്ത സമീപനമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ അനുദിനം ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ രൂപം മാറി, പങ്കാളിത്തം വർദ്ധിച്ച് ഒരു ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പ്രക്ഷോഭമായി അത് മാറി. ഇന്ത്യയിൽ 25 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ എഴുതുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഒന്നായ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വിവാദം ഞാനിപ്പോ അധികം വിശദീകരിക്കണമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. CBSE പരീക്ഷയുടെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും 20-ലധികം വിദ്യാർത്ഥികൾ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത പരീക്ഷ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് നിരാശരായി ആത്മഹത്യ ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ രാജ്യം എത്തുകയും അതിന്റെ ഭാഗമായി ഉയർന്നു വന്ന പ്രക്ഷോഭമാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ്. ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ദില്ലി പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചു.
പുതിയ പുതിയ രീതികളാണ് ആ സമരത്തെ നേരിടാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നത്. സാങ്കേതിക വിദ്യയുടെ വികാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫേസ് ഐഡന്റിഫിക്കേഷൻ, ഒരു വ്യക്തിയുടെ മുഖം ടെക്നോളജി ഉപയോഗിച്ച് പകർത്തുക. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ മുഴുവൻ മുഖവും വേണമെങ്കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പകർത്തി മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ CCTVയും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ച് ആ സമരത്തിൽ പങ്കെടുക്കുന്നവരെ കൈകാര്യം ചെയ്യാനാണ് ഗവൺമെന്റ് ശ്രമിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ പുട്ടുസ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇത്തരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ടെക്നോളജിയുടെ സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തിയുടെ സ്വകാര്യ അവകാശത്തിൽ കടന്നു കയറുന്ന നിലപാട് തെറ്റാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെയൊന്നും കണക്കാക്കാതെ ആളുടെ മുഖം പകർത്തി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി മരണപ്പെട്ട് മൃതദേഹം കാണാതിരുന്നാൽ അതിന്റെ പരിശോധനക്കോ മറ്റ് ഗൗരവമേറിയ പരിശോധനക്കോ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ടെക്നോളജിയുടെ ഈ സംവിധാനത്തെ ഒരു സമരത്തെ നേരിടാൻ വേണ്ടി ഇന്ത്യയിലെ BJP നയിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ ജനാധിപത്യ വിരുദ്ധമെന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ വിധിയുടെ സ്പിരിറ്റിൽ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കാത്ത നിലപാടുമായി മാറി. എന്നിട്ടും വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒരടി പിറകോട്ട് പോയില്ല. സുപ്രീം കോടതിക്ക് മുമ്പാകെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ കടന്നു കയറുന്ന നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച യുവജന സംഘടനയുടെ പേര് DYFI ആണെന്ന് വളരെ അഭിമാനത്തോടു കൂടി എനിക്കും നിങ്ങൾക്കും പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യം. അങ്ങനെ നടന്നൊരു പ്രക്ഷോഭത്തെ ഭീകരമർദ്ദനം, മറ്റു പല നിലയിലുള്ള നീക്കങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോഴും ആ പ്രക്ഷോഭം വിജയിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന ഒഡീസയിൽ നിന്നും 2004 MP ആയ വ്യക്തി കേവലം ഒരു MP ആയിരുന്നു, അല്ലെങ്കിൽ കേവലം ഒരു കേന്ദ്രമന്ത്രി മാത്രമായിരുന്നില്ല. പ്രധാനപ്പെട്ട വകുപ്പ് 2014 മുതൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായി. അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് വിഷയമെത്തി. കാരണം അത്രയ്ക്ക് രൂക്ഷമായിരുന്നു പ്രശ്നം. വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഈ പ്രശ്നത്തിന് പുറമെ തൊഴിലില്ലായ്മയും ഈ സമരത്തിന് കരുത്തു പകരുന്നതിന് കാരണമായി. നമ്മുടെ രാജ്യത്തെ ആധികാരികമായ ഏറ്റവും പ്രധാനപ്പെട്ട പഠന റിപ്പോർട്ട് 45 കൊല്ലത്തിനിടയിൽ ഇന്ത്യയിൽ കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ്. 6.1% തൊഴിലില്ലായ്മ നിരക്കാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് കണ്ടു. 6.1%. തൊഴിലില്ലായ്മ ഒരു ഭാഗത്ത് അതിരൂക്ഷമായ പ്രശ്നമായി മാറി. തൊഴിൽ നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പൊതു സ്ഥാപനമായ UPSCയിൽ ലക്ഷക്കണക്കിന് നിയമനങ്ങൾ നടത്താതെ ഒഴിവുകൾ വന്നു. പരീക്ഷകൾ നടന്നില്ല. പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്നവർക്ക് നിയമനം നൽകിയില്ല. പുതിയ നിയമനം നൽകിയില്ലെന്ന് മാത്രമല്ല, നിലവിലുള്ള നിയമനങ്ങൾ നടത്താതെ പിരിച്ചുവിടലുകൾ നടന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ കൊണ്ടുവന്നു. ലേബർ കോഡ് അതിന്റെ ഭാഗമാണ്. ലേബർ കോഡ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നു. ഈ കോഴിക്കോട്ട് തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സമരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. കോഴിക്കോട് വെസ്റ്റീലിൽ നടന്ന കോറോ ഹെൽത്തിന്റെ പ്രക്ഷോഭം. കോറോ ഹെൽത്ത് എന്ന് പറയുന്ന സ്ഥാപനം മെഡിക്കൽ കോഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്. അധിക കാലമായിട്ടില്ല. കേരളത്തിൽ 2 ഇടത്താണ് കോറോ ഹെൽത്ത് എന്ന സ്ഥാപനം. ഒന്ന് കൊച്ചിയിലും ഒന്ന് കോഴിക്കോട്. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വരുന്ന യുവാക്കൾ ജോലിക്ക് വന്നപ്പോൾ അറിയുന്നത് ഇന്നു മുതൽ ജോലിയില്ല എന്നുള്ളത്. അവർ മുമ്പ് സമരം ചെയ്തെന്ന അനുഭവമുള്ളവരല്ല അതിൽ പലരും. കൊച്ചിയിൽ ആ സമരം ആരംഭിച്ചു, കോഴിക്കോട് ആ സമരം ആരംഭിച്ചു. ഞാൻ ആ സമര കേന്ദ്രത്തിൽ പോയിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ ഗർഭിണികളായ പെൺകുട്ടികളെ ഉൾപ്പെടെ ഓഫീസ് അടച്ചുപൂട്ടി വെയിലത്ത് നിർത്തുകയാണ്.
ഇന്ന് വരെ നമ്മുടെ രാജ്യത്ത് കാണാത്ത നിലപാടുകളുമായി ഈ മേഖലയിൽ ഗവൺമെന്റ് പോകുന്നു. തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ സുരക്ഷിതത്വമില്ല. തൊഴിലില്ലായ്മ ഒരു ഭാഗത്തെ പ്രശ്നം, തൊഴിൽ സുരക്ഷിതത്വമില്ലാത്തത് ഒരു ഭാഗത്തെ പ്രശ്നം. തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ ലേബർ കോഡ് ഉൾപ്പെടെ ഉപയോഗിച്ചെടുക്കുന്നു. കർഷക വിരുദ്ധ സമീപനത്തിന്റെ ഭാഗമായി പുതിയ നിയമങ്ങളും ഇറക്കുമതി നയവും നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കർഷക പ്രക്ഷോഭം രാജ്യത്ത് വരുന്നുണ്ട്. തൊഴിലാളി പ്രക്ഷോഭം കർഷക പ്രക്ഷോഭം എന്നുള്ളതുപോലെയാണ് ഈ വിഷയത്തിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം ആളിക്കത്തി. ഇവിടെ നിന്നൊക്കെ ആളുകൾ ഡൽഹിയിലേക്ക് സമരത്തിന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചു പോയിരുന്നു. അങ്ങനെയുള്ള ഒരു സമരം അവസാനം വിജയിച്ചു. ആ ഉജ്ജ്വലമായ സമര വിജയം കഴിഞ്ഞ് ഉടനെയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിക്കുന്നത് എന്നാണ് ഇത്തവണത്തെ ഓഗസ്റ്റ് 15 പ്രത്യേകത. എന്നാൽ സമരത്തെ അടിച്ചമർത്താനും സമരത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുമ്പോൾ 8 സംസ്ഥാനങ്ങളിൽ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന സമരങ്ങൾക്കെതിരെ കേസെടുത്തു. അതിൽ 7 സംസ്ഥാനവും BJP ഭരിക്കുന്നതാണ്. ഒരു സംസ്ഥാനം BJP ഇതര രാഷ്ട്രീയ പാർട്ടി നയിക്കുന്ന സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. കോൺഗ്രസ് നയിക്കുന്ന, മുസ്ലിം ലീഗ് നയിക്കുന്ന UDF ഈ കേരളത്തിൽ ദില്ലിയിലെ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ സമരങ്ങൾക്കെതിരെ കേസെടുക്കുന്നു. BJPയും കോൺഗ്രസും ഇക്കാര്യത്തിൽ ഒരേ നയം പിന്തുടരുകയും, നയത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസും BJPയും വ്യത്യാസമില്ല എന്നുള്ളത് അനുഭവത്തിലൂടെ നമ്മൾ തിരിച്ചറിയും. നവ ഉദാരവൽക്കരണ നയം, ചെറു ന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നന്റെ താല്പര്യം മാത്രം കാത്തു സംരക്ഷിക്കുന്ന നവ ഉദാരവൽക്കരണ നയം BJP കോൺഗ്രസ് ആരംഭിച്ച നയമായിട്ടും പിന്തുടരുന്നു. 1991 നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ തുടങ്ങി വെച്ച നയം BJP അതിലും വേഗതയിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ നയത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് തെളിയിക്കുന്ന നിലപാടാണ് ഈ 3-4 മാസക്കാലത്തെ UDF ഭരണത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്നലെ 14 പരിശോധന സംവിധാനങ്ങൾക്ക് കുത്തന ഫീസ് വർദ്ധിച്ചു. വലിയ നിലയിലേക്ക് ഫീസ് വർദ്ധിച്ചു. ധർമാശുപത്രികളും സ്വകാര്യ ആശുപത്രികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വകാര്യ ആശുപത്രി വലിയ നിലയിൽ പണം കൊടുക്കണം, പണമുള്ളവർക്ക് മാത്രമേ ചികിത്സ ലഭിക്കൂ. എന്നാൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ സൗജന്യമാണ്, സാധാരണക്കാർക്കും ചികിത്സ ലഭിക്കും. ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ ഭരിക്കുമ്പോൾ സർക്കാർ ആശുപത്രികളെ സംരക്ഷിക്കാൻ പ്രത്യേകം ഫണ്ട് മാറ്റിവെച്ചിരുന്നു. എന്നാൽ BJP പോലെ തന്നെ കോൺഗ്രസും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചില്ല. ജനങ്ങളിൽ നിന്നും പണം വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ പണം വാങ്ങാൻ തീരുമാനിച്ച് ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ HDSന്റെ യോഗം ഇവിടുത്തെ കോൺഗ്രസിന്റെ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നു. MLA അതിൽ പങ്കെടുത്തു. ജില്ലാ കലക്ടറുണ്ട്. എന്നാൽ അതിൽ ഈ തീരുമാനം കൈക്കൊണ്ടു. ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി CPIM ആണ്. CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി DYFയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ സഖാവ് M മെഹബൂബാണ്. HDS അംഗമാണ്. മെഹബൂബ യോഗത്തിലില്ലായിരുന്നു. ഇവിടെ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ CPMന്റെ അംഗ യോഗത്തിലുണ്ടായി എന്നിട്ട് മിണ്ടാതിരുന്നു എന്നൊക്കെ ചിലരിങ്ങനെ പ്രചരിപ്പിക്കുന്ന വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ നടന്ന യോഗത്തിൽ CPIMന് പ്രതിനിധിയില്ല. DYFI എന്ന സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകളോട് ചർച്ച ചെയ്തില്ല. ഈ ജില്ലയിൽ ഒരു MLA ആണ്, 13 MLAമാരുണ്ട്. ഞങ്ങളോട് ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്തില്ല. ചർച്ച ചെയ്യാതെ 14 പരിശോധന സംവിധാനങ്ങൾക്ക് ഫീസ് വർദ്ധിപ്പിച്ചു. DYFI നേരത്തെ തന്നെ മെഡിക്കൽ കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ നിലയിലേക്കുള്ള ഒരു ധർണ സംഘടിപ്പിച്ചു. ഇന്നലെ DYFI ജില്ലാ സെക്രട്ടറി അരുണിന്റെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റ് ദിപുവും മറ്റ് സഖാക്കളും എല്ലാം ചേർന്നുകൊണ്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസ് ഉപരോധിച്ചതിൽ നിന്നും പിറകോട്ട് പോകണമെന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ പിറകോട്ട് പോകാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല 2 മണിക്കൂറോളം മുദ്രാവാക്യം വിളിച്ച് അവിടെ ഇരുന്നിട്ടു. ചർച്ചയ്ക്ക് തയ്യാറാകാതെ പോലീസിനെ വിളിച്ചു വരുത്തി. അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ നേരിട്ട് വന്ന് സമരത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്.
കേരളത്തിലെ UDF സർക്കാർ മനസ്സിലാക്കേണ്ടത് പോലീസല്ല, പട്ടാളം വന്നാലും ഒരടി പിറകോട്ട് പോകാതെ സമരങ്ങൾക്ക് ഉജ്ജ്വല നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ പേരാണ് DYFI എന്നുള്ളത്. DYFI ഒരു പരിപാടി ആരംഭിച്ചാൽ അവസാനം വരെ ഇരിക്കും. ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ അവസാനം വരെ ഇവിടെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ പ്രതിജ്ഞയുണ്ട്, പ്രതിജ്ഞ കൂടി ചൊല്ലിയിട്ട് ഒരു യഥാർത്ഥ DYFI-കാരൻ ഈ പരിപാടിയിൽ നിന്ന് പുറത്തേക്ക് പോകും. അപ്പൊ അവസാനം വരെ ഇരിക്കുകയാണ്, സമരത്തിന് അവസാനം വരെ ഇരിക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്താലും ഈ മുദ്രാവാക്യത്തിൽ നിന്ന് പുറകോട്ടില്ല എന്നുള്ള നിലപാടാണ് DYFI സ്വീകരിക്കുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ അവസാനം തൽക്കാലം DYFI നടത്തിയ സമരത്തിന്റെ ഭാഗമായി തൽക്കാലം അത് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഇനിയും ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ അതിനെതിരെ ശക്തമായ പ്രതികരണം DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയാൽ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ പ്രതീക്ഷയായ മെഡിക്കൽ കോളേജിലെ ചികിത്സ തകർത്ത് സർക്കാർ ആശുപത്രി സംവിധാനം ഇല്ലാതാക്കി സ്വകാര്യ ആശുപത്രി ഉടമകളുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള നീക്കം നടത്തിയാൽ DYFI ഉൾപ്പെടെ നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് എല്ലാവിധ പിന്തുണ ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ജനപ്രതിനിധികളുടെ ഭാഗത്തും ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് UDF ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത്? UDF BJP പിന്തുടരുന്ന അതേ നയം പിന്തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ്. നവ ഉദാരവൽക്കരണ കോർപ്പറേറ്റ് നയം BJP പിന്തുടരുമ്പോൾ അതേ നയം UDF പിന്തുടരുന്നു. സേവന മേഖലകളിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നാണ് നയം പറയുന്നത്. പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്താൻ ആ നയം ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സംരക്ഷിക്കേണ്ടതെന്നുള്ള നിലപാട് സ്വീകരിച്ചത്. ഇതിനെതിരാണ് എന്നൊക്കെ ചിലര് പറയുന്നത് കേട്ടു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താണ് സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി? അന്ന് അവരൊന്ന് പറയട്ടെ. അവിടെ സൗജന്യമായി ചികിത്സയുണ്ടോ? ഡോക്ടർമാരുണ്ടോ? മരുന്നുണ്ടോ? സജ്ജീകരണമുണ്ടോ? ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിന് കൂടുതൽ പണം നൽകണം. അങ്ങനെ പണം നൽകിയാലേ ഈ കോർപ്പറേറ്റ് വൽക്കരണ നയത്തിനൊരു ബദൽ ഉയർത്തിപ്പിടിച്ചൊരു സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 10 വർഷമായി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ബഡ്ജറ്റ് വീതത്തിൽ ഇത്ര കൂടുതൽ തുക പണം ആരോഗ്യ മേഖലക്ക് പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്താൻ നൽകിയിട്ടില്ല. അങ്ങനെ നൽകിയ സംസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി എനിക്കും നിങ്ങൾക്കും പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. അതാണ് ഇടതുപക്ഷ ബദൽ. ആ ഇടതുപക്ഷ ബദൽ ഇന്നില്ല. ആ ഇടതുപക്ഷ ബദൽ ഇന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതിന്റെ ഭാഗമാണ് സേവന മേഖലയിൽ നിന്നും ഗവൺമെന്റ് യു-ടേൺ അടിക്കുന്നത്. മെഡിക്കൽ കോളേജൊന്നും ഇങ്ങനെ നടക്കണ്ട, ഇനി സുഖമില്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ വന്നാൽ മതി എന്നുള്ള നിലപാടാണ് ഈ ഗവൺമെന്റിന്റെ നിലപാട്. ഇതേ നിലപാടാണ് BJP വിദ്യാഭ്യാസ മേഖലയിൽ സ്വീകരിച്ചത്. ഇതേ നിലപാട് BJP സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം ദില്ലിയിൽ ഉയർന്നു വന്നത്. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം പങ്കെടുക്കാനിടയായ സാഹചര്യം എന്തെന്നൊക്കെ നമുക്കറിയാം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ വിളിച്ചു വരുത്തി AICC പ്രസിഡന്റ് ഖാർഗെയുടെ ജന്മദിനത്തിന് കേക്ക് മുറിക്കാനാണെന്ന് പറഞ്ഞ് അവിടെ കേന്ദ്രമന്ത്രിമാരെ കാണാൻ വേണ്ടി വന്ന മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി പെട്ടെന്ന് അവിടെ നിന്നാണ് പ്രഖ്യാപിക്കുന്നത് നമുക്ക് പ്രധാനമന്ത്രിയുടെ വീടിന്റെ അടുത്ത് ഒരു ധർണ ഇരിക്കണം. ആ ധർണ ഇരുന്നപ്പോൾ മുഖ്യമന്ത്രി VD സതീശന്റെ മുഖഭാവം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. അയ്യോ പെട്ടുപോയി എന്ന് തോന്നുന്ന നിലയിലാണ്. സാധാരണ ഒരു മുഖ്യമന്ത്രി ദില്ലിയിലൊക്കെ പോയി സമരം ചെയ്താൽ 2 വാക്ക് സംസാരിക്കും. എന്നാൽ സംസാരിക്കാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല. കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലിയിൽ പോയി പ്രസംഗിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറായില്ല. അവിടെ സമരമിരുന്ന മനസ്സോടെ സമരമിരുന്ന VD സതീശന്റെ ഗവൺമെന്റ് ഇവിടെ ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കെടുത്തവർക്കെതിരെ കേസെടുക്കുന്നു. എന്തൊരു ഇരട്ടത്താപ്പാണ്, എന്തൊരു വിരോധാഭാസമാണ്. ഈ വിഷയം മാത്രമല്ല, എല്ലാ വിഷയങ്ങളും ഇത് കാണാൻ വേണ്ടി സാധിക്കും. ഈ നയം പിന്തുടരുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ പവർ കട്ട് വന്നത്. നിങ്ങളൊന്നും ജീവിതത്തിൽ പവർ കട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ 2016 മുമ്പ് അനുഭവിച്ചവരാണ്. കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് നിങ്ങളിൽ പലരുടെയും വയസ്സ് വളരെ ചെറിയ പ്രായമാണ്. കേരളം ഒരു കാലത്ത് ഇരുട്ടിലായിരുന്നു. ആ ഇരുട്ടിലുള്ള കേരളത്തെ എഫക്റ്റീവ് ഇലക്ട്രിസിറ്റി മാനേജ്മെന്റിലൂടെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടാണ്, സമീപനമാണ്. എന്നാൽ വീണ്ടും കേരളം വൈദ്യുതി മേഖലയിലെ മിസ്മാനേജ്മെന്റ് കാരണം പവർ കട്ട് ലോഡ് ഷെഡിംഗ് നേരിടുന്നു.
കർണാടക എന്ന സംസ്ഥാനം 9 രൂപ 2 പൈസക്ക് വൈദ്യുതി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് ഒരു വൈദ്യുതി കൊടുക്കാൻ ജൂലൈ 15 തയ്യാറായി. ആ വൈദ്യുതി വാങ്ങാൻ KPCC പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന കേരളത്തിലെ വൈദ്യുതി വകുപ്പ് തയ്യാറായില്ല. നേരത്തെ ഇതിന് സമാനമായ പ്രശ്നം ഉണ്ടായപ്പോൾ, കാലാവസ്ഥ പ്രശ്നം ഉണ്ടായപ്പോൾ, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ വൈദ്യുതി വാങ്ങിക്കൊണ്ടത് പരിഹരിച്ചു. 2017 പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലത്ത് മണിയാശാൻ വൈദ്യുതി മന്ത്രിയായപ്പോൾ ഗുജറാത്തിൽ നിന്ന് വൈദ്യുതി വാങ്ങി. വീണ്ടും സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പോൾ 10 സംസ്ഥാനത്തേക്ക് 2022-23 ആളെ വിടാൻ തീരുമാനം. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന മന്ത്രിസഭാ യോഗം അങ്ങനെ തീരുമാനിച്ച് അവിടെ ചർച്ച ചെയ്തുകൊണ്ടാണ് വൈദ്യുതി വാങ്ങി. അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് കേരളം പവർ കട്ടില്ലാത്ത സംസ്ഥാനമായി നിലകൊണ്ടത്. എന്നാൽ ഇപ്പൊ അതിനൊന്നും നേരമില്ല. പവർ കട്ട്, ലോഡ് ഷെഡിങ് വരുന്നു. 2 പേരുടെ ജീവൻ ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നഷ്ടപ്പെട്ടു. കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഓക്സിജൻ കോൺസെൻട്രേറ്ററുമായി സഹായത്താൽ ജീവിക്കുമ്പോൾ ബാറ്ററി തീർന്നു. പവർ കട്ട് കാരണം ശ്വാസം മുട്ടി മരിച്ചു. മറിയം എന്ന് പറയുന്ന വീട്ടമ്മ കറണ്ട് പോയപ്പോൾ മെഴുകുതിരി കത്തിച്ച് അതിൽ നിന്ന് വാടിപ്പടർന്ന തീ കാരണം മരണപ്പെട്ടു. 2 രക്തസാക്ഷികളാണ് കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ വൈദ്യുതി മിസ്മാനേജ്മെന്റ് കാരണം ഉണ്ടായത്. ഇതൊരു നയവുമായി ബന്ധപ്പെട്ടാണ്. ഇടതുപക്ഷ സർക്കാർ വൈദ്യുതി മാനേജ്മെന്റ് നടത്തുമ്പോഴുള്ള കാഴ്ചപ്പാട് ജനങ്ങൾക്ക് പവർ കട്ട്, ലോഡ് ഷെഡിങ് ഉണ്ടാകാതെ എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളതാണെങ്കിൽ UDF ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് അതല്ല. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. എല്ലാ മേഖലയിലും ഈ വ്യത്യാസം കാണാൻ വേണ്ടി സാധിക്കും. ഗവൺമെന്റിന് ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടില്ല. മുഖ്യമന്ത്രിയാണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും പത്രസമ്മേളനം നടത്തുമ്പോൾ അതിൽ പലതും ഫാക്ട് ചെക്കിന് വിധേയമാകുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നു. ഈ ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ ഏറ്റവും വലിയ കളവ് MDMA കേസിലെ പ്രതിയെ ഞാൻ പരിചയപ്പെട്ടത് നവകേരള സദസ്സ് നടക്കുമ്പോഴാണ് എന്നായിരുന്നു. എന്നാൽ അതിനു മുമ്പേ മുഖ്യമന്ത്രിക്ക് MDMA കേസിലെ പ്രതിയുമായി ബന്ധമുണ്ട് എന്നുള്ള വീഡിയോയും ഫോട്ടോയും വാർത്തയും ഒക്കെ ഓരോ ബുധനാഴ്ചയും പച്ചക്കള്ളം ഒരു മടിയുമില്ലാതെ പറയുന്ന ഒരു വ്യക്തിയായി കേരളത്തിലെ മുഖ്യമന്ത്രി ചുരുങ്ങിയ മാസം കൊണ്ട് മാറിക്കഴിഞ്ഞു. ഒരു ഗവൺമെന്റിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കാൻ ഈ മാസങ്ങൾ ധാരാളമാണ്. മുഖ്യമന്ത്രി വസ്തുതാപരമല്ലാതെ സംസാരിക്കും. അദ്ദേഹം പഠിച്ച കോളേജ് എറണാകുളം തേവര കോളേജാണ്. അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം 14-ാം വയസ്സിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് ഇവിടെ ചേർന്നു എന്നുള്ളത്. ഇവിടെ പ്രീ ഡിഗ്രി +2 പഠിക്കുന്നവരുണ്ട്. 14-ാം വയസ്സിൽ അങ്ങനെ ചേരാൻ പറ്റും. 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് ഞാൻ ആ കാണുന്ന തെങ്ങിന്റെ മുകളിൽ കയറി എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. അപ്പോൾ പ്രിൻസിപ്പാൾ ബൈനാക്കുലർ വെച്ച് നോക്കി എന്നെ വിളിച്ച് ശകാരിച്ചു എന്നാണ് മുഖ്യമന്ത്രി. 9-ാം വയസ്സിൽ മുതലേ പിടിച്ച പ്രധാനമന്ത്രിയും 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് തെങ്ങുമ കയറിയ മുഖ്യമന്ത്രിയും എന്താണ് ഇന്ത്യക്കും കേരളത്തിനും വേണ്ടത്? ഈ അവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തിയില്ലേ? കളവ് പറയുന്നതിനപ്പുറത്തേക്ക്, വാചക കസർത്ത് നടത്തുന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി പരിഹരിച്ച് ഇടപെടാനല്ലേ ഒരു മുഖ്യമന്ത്രി തയ്യാറാകി? ഈ പ്രളയത്തിനും നമ്മളത് കണ്ടു. ഏകോപനത്തിന്റെ പോരായ്മ കാരണം ക്യാമ്പുകളിൽ വലിയ തർക്കമുണ്ടായി. കഴിഞ്ഞ 10 കൊല്ലം പ്രളയത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും കേരളത്തിലുണ്ടായില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഭരണകക്ഷി MLA തന്നെ പരസ്യമായി മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന സ്ഥിതി വന്നു. ഇതൊന്നും കേരളത്തിൽ മുമ്പുണ്ടായിട്ടില്ല. അപ്പൊ BJP പിന്തുടരുന്ന അതേ നയമാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. എന്നാൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മതവർഗീയതയെ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ ഇന്ന് തന്നെ നോക്കൂ, വന്ദേ മാതരം എന്ന ദേശീയ ഗീതം മുഴുവനായി പാടണം എന്ന ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു. വന്ദേ മാതരത്തിന്റെ ആദ്യ 2 ഈരടികൾക്ക് നമ്മൾ ആരും എതിരില്ല. ഇന്ത്യ എന്ന രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ് ആദ്യ 2 ഈരടികൾ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനും അത് ആവേശം പകർന്നിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള വരികൾ, ഈരടികൾ, അത് ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല. ഇതൊരു വസ്തുതയാണ്. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂവൻസി അസംബ്ലി 1950-ൽ വന്ദേ മാതരത്തിന്റെ മുഴുവൻ ഈരടികളും പാടേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന കോൺഗ്രസ് നേതാവ് ആ നിലപാട് വ്യക്തമാക്കി. മുഴുവൻ ഈരടികളും പാടുന്നത് ഒരു യഥാർത്ഥ ഹിന്ദു മതവിശ്വാസിക്ക് പോലും അംഗീകരിക്കാനാകില്ല. കാരണം മറ്റു മതങ്ങളിലുള്ളവരെ ഒരു സർക്കാർ പരിപാടിയിൽ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ദൈവങ്ങളെ പ്രകീർത്തിക്കുന്ന, ദൈവങ്ങളെ ഭക്തിയോടെ കാണുന്ന വാചകങ്ങൾ
വരുന്നത് ശരിയല്ല എന്ന അഭിപ്രായം യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികളും മുന്നോട്ട് വെച്ചു. വന്ദേ മാതരം ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ് ആദ്യ 2 ഈരടികൾ എങ്കിൽ BJP ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് വന്ദേ മാതരം മുഴുവനായി പാടണമെന്ന് പറഞ്ഞത്. അല്ല ദേശസ്നേഹമല്ല. തൊഴിലായ്മ, ജനവിരുദ്ധ നയങ്ങൾ, കർഷക ആത്മഹത്യ തുടങ്ങിയുള്ള പ്രശ്നങ്ങളും ജനങ്ങളെ ചിന്ത വഴിമാറ്റാനാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഇതുപോലുള്ള അജണ്ടകൾ വളരെ ബോധപൂർവം കൊണ്ടുവരുന്നത്. എന്നാൽ അത് കോൺഗ്രസ് പിന്തുടരുന്നു. UDF ഗവൺമെന്റിന്റെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായും പാടിയത് ഒരു വിവാദമായി, വലിയ പ്രതിഷേധം ഉയർന്നുവന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നിയമസഭ സമ്മേളിക്കുമ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വന്ദേ മാതരം ചൊല്ലുന്ന സ്ഥിതി വന്നു. ഇപ്പോ ഓഗസ്റ്റ് 15 വന്ദേ മാതരം നിർബന്ധമായും ചൊല്ലണമെന്നുള്ള ഒരു ചട്ടം പാർലമെന്റിൽ അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തി. എന്നാൽ സുപ്രീം കോടതി 2026 സർക്കാർ പരിപാടികളിൽ ഇത് നിർബന്ധമാക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ കോൺഗ്രസിന്റെ AICC ആസ്ഥാനത്ത് വന്ദേ മാതരം സോണിയാഗാന്ധി ഒക്കെ നിൽക്കെ പൂർണ്ണമായി പാടുന്ന സ്ഥിതി വന്നു. അങ്ങനെ പാടുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ഇത് പൊതുവെ ചർച്ചയ്ക്ക് വിധേയമായി. ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനിൽ ജനഗണമന നമ്മുടെ ദേശീയ ഗാനം മേയറുടെ നേതൃത്വത്തിൽ പാടുമ്പോൾ BJP കൗൺസിലർമാർ ദേശീയ ഗാനത്തെ അപമാനിച്ചു. ദേശീയ ഗാനം പാടുമ്പോൾ അറ്റൻഷനായി നിന്ന് അത് കൂടെ പാടുന്നതിന് പകരം ആ സമയത്ത് വന്ദേ മാതരം പാടാൻ BJP കൗൺസിലർമാർ മുന്നോട്ട് വന്നു. അതിന്റെ ഭാഗമായി മേയർ ഇപ്പൊ പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ വന്ദേ മാതരത്തെ ഉപയോഗിക്കുന്നത് ജനങ്ങളെ ഒന്നിപ്പിക്കാനല്ല, ജനങ്ങളിൽ സ്പർദ്ധ വളർത്തി യഥാർത്ഥ അജണ്ടകളെ വഴിമാറ്റുകയാണ്. യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികൾ ഇത് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നു. ഹിന്ദു മതവിശ്വാസികൾക്ക് വേണ്ടിയല്ല BJP രാജ്യത്ത് ഭരണം നടത്തുന്നത്. മുതലാളിമാർക്ക് വേണ്ടിയാണ്, ചെറു ന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നന്മാർക്ക് വേണ്ടിയാണ്. പാവപ്പെട്ട കർഷകൻ, അത് ഹിന്ദു ആയിക്കോട്ടെ, മുസൽമാൻ ആയിക്കോട്ടെ, ക്രൈസ്തവനായിക്കൊള്ളട്ടെ, എന്താണ് BJP ഭരണം കൊണ്ടുള്ള ഗുണം? പാവപ്പെട്ട തൊഴിലാളി, ഹിന്ദു ആയിക്കൊള്ളട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രൈസ്തവനായിക്കൊള്ളട്ടെ, എന്താണ് BJP കോൺഗ്രസ് ഗവൺമെന്റുകൾ കൊണ്ടുള്ള ഗുണം? പാവപ്പെട്ട യുവാവ്, യുവതി, വിദ്യാർത്ഥികൾ, അവർക്ക് ഈ ഭരണം കൊണ്ട് എന്ത് ഗുണം? അപ്പോ ഹിന്ദു മതവിശ്വാസികളോടുള്ള സ്നേഹമല്ല, കുത്തക മുതലാളിമാരോടുള്ള താല്പര്യമാണ് BJP ഗവൺമെന്റിനുള്ളത്. ആ താല്പര്യമാണ് ഓരോ വിഷയത്തിലും മോദി ഗവൺമെന്റും സതീശ ഗവൺമെന്റും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെ ചെറുക്കുമ്പോൾ ആ ചെറുത്തുനിൽപ്പിനെ ഭിന്നിപ്പിക്കാനാണ്, മതവർഗീയത ആളിക്കത്തിക്കാൻ വന്ദേ മാതരം പോലുള്ള വിഷയങ്ങൾ വളരെ ബോധപൂർവം നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം 947 ഒരു 90 കൊല്ലം മുമ്പ് കിട്ടേണ്ടതായിരുന്നു. നിങ്ങളിൽ പലരും ചരിത്രം പഠിച്ചതാണ്. ഫസ്റ്റ് ഫ്രീഡം റിവോൾട്ടിന്റെ ഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഒഴിഞ്ഞു പോകേണ്ടതായിരുന്നു. അന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി ഇവിടെ ഇങ്ങനെ പോയാൽ അധികം പിടിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കണം, ജനങ്ങളുടെ ഐക്യം തകർക്കണം. ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ജനങ്ങളുടെ ഐക്യം തകർക്കാനും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ തീവ്ര സ്വഭാവമുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന സംഘടനകൾക്ക് ബ്രിട്ടീഷുകാർ തന്നെ രൂപം കൊടുത്തു. ബ്രിട്ടീഷുകാർ സ്പോൺസർ ചെയ്ത സംഘടനകൾ ഉണ്ടായി. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഘട്ടത്തിൽ ഹൈന്ദവനെയും മുസൽമാനെയും തമ്മിലടിപ്പിക്കാൻ ഇത്തരം സംഘങ്ങൾ പ്രവർത്തിച്ചു. RSS പോലുള്ള സംഘടന ഇത്തരം പട്ടികയിൽപ്പെടുത്താവുന്ന സംഘടനകൾ. ഈ ഭിന്നിപ്പാണ്, ഈ ഭിന്നതയാണ്, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം പിന്നെയും നീണ്ടുപോകാൻ കാരണമായി മാറി. ഇതൊരു അനുഭവമാണ്. അന്നേ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാർ ഒരു 90 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ നിന്ന് പോകുമായിരുന്നു. എത്രയോ പേരുടെ ജീവൻ നിലനിർത്താനാകുമായിരുന്നു. എത്രയോ ത്യാഗോജല പോരാട്ടങ്ങൾ ഇന്ത്യ കാണില്ലായിരുന്നു. അന്ന് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബ്രിട്ടീഷുകാരെടുത്ത അതേ തന്ത്രമാണ് ഇപ്പൊ BJP എടുക്കുന്നത്. BJP ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ജനവികാരത്തെ ഇല്ലാതാക്കാൻ മതവർഗീയത ആളിക്കത്തിക്കും. അതിനാണ് വന്ദേ മാതരത്തെ ഉപയോഗിക്കുന്നത്. അല്ലാതെ വന്ദേ മാതരത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. വന്ദേ മാതരം ജനങ്ങളെ ഒന്നിപ്പിക്കാനാണ് ആദ്യ 2 ഈരടികൾ പറയുന്നതെങ്കിൽ വന്ദേ മാതരം പൂർണ്ണമായി പാടുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ്. അതാണ് തന്ത്രം. ഇത് നമ്മൾ തിരിച്ചറിയണം.
ഇത്തരം കാര്യങ്ങൾ പുതിയ തലമുറയിൽ നല്ല നിലയിൽ പ്രചരിപ്പിക്കാൻ ഡിവൈഎഫ്ഐക്ക് സാധിക്കും. ഇന്നലെ നടത്തിയതുപോലുള്ള പ്രക്ഷോഭങ്ങൾ ഇനിയും ഡിവൈഎഫ്ഐ ഏറ്റെടുക്കണം. ജനങ്ങൾക്കെതിരെ, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നോക്കി. എത്ര പാവപ്പെട്ട മനുഷ്യരാണ് ഈ മെഡിക്കൽ കോളേജിൽ ഒരു പ്രതീക്ഷയായി വരുന്നത്. അച്ഛന് സുഖമില്ലാത്തവർ, ഉമ്മക്ക് സുഖമില്ലാത്തവർ, കുട്ടിക്ക് സുഖമില്ലാത്തവർ, കയ്യിൽ പണമില്ലാതെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുമ്പോൾ ചികിത്സ ലഭിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അവരുടെ സ്വന്തക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ പറ്റുന്നത്. അവിടെ പണം ഈടാക്കാൻ തീരുമാനിച്ചാൽ ഇവരുടെ ചികിത്സ നിഷേധിക്കുകയല്ലേ? ഇതൊരു അനീതിയല്ലേ? ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ടത് യുവജനതയാണ്, ഡിവൈഎഫ്ഐ ആണ്. അത് ഇനിയും തുടരണം. അനീതി കണ്ടാൽ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്താൻ ഡിവൈഎഫ്ഐ തയ്യാറാകണം. അതിനുള്ളൊരു സമര പോരാട്ട മനസ്സ് നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്തരം പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകട്ടെ. മുന്നോട്ട് ഇനിയും ഡിവൈഎഫ്ഐ കുതിക്കട്ടെ എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി പേർ ജീവൻ നൽകി ഈ രാജ്യത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമാക്കി മാറ്റിയ ഡിവൈഎഫ്ഐ ഈ കാലഘട്ടത്തിൽ ഉജ്ജ്വല പോരാട്ട സംഘടനയാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും അഭിവാദ്യം.